ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി നമ്മളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജ് നോക്കുന്നില്ല, അതിന് റിപ്ലൈ ഇല്ല, അല്ലെങ്കിൽ മെസ്സേജ് സീൻ പോലും ചെയ്യുന്നില്ല. ഇത്തരത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ ഒന്ന് വിളിച്ചു നോക്കുക, അതായത് കോൾ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, രണ്ട് കൈ കൂട്ടിയടിച്ചാലാണ് അവിടെ സൗണ്ട് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അവൻ എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ അവൾ എന്നെ വിളിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ജാട കാണിച്ചിരിക്കാതെ നിങ്ങൾ ആദ്യം തന്നെ അവരൊന്ന് വിളിച്ചു നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇനി ആ ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. ഇങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം അവരോട് ഹാപ്പി ആയിട്ട്, അതായത് സന്തോഷത്തിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ നീ എവിടെയായിരുന്നു, എന്തിനാണ് ഞാൻ വിളിച്ചിട്ട് എടുക്കാത്ത തുടങ്ങി കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും ഒക്കെ ഒഴിവാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറിച്ച് നല്ല ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ അവരോട് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാൻ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി സ്നേഹിച്ചിട്ട് ഇങ്ങനെ അവഗണിക്കുന്നതൊക്കെ ആയിട്ട് പറയുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിന് ഇതാ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നതാണ്. അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിനെ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല, അവന് അല്ലെങ്കിൽ അവൾക്ക് എന്നെ വേണ്ടാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഓർത്തിട്ട്, അതായത് അവർക്കിപ്പോൾ വേറെ ഫ്രണ്ട്സൊക്കെ ആയി, അതുകൊണ്ട് എന്നെ ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്, അതായത് ഓവർ തിങ്ക് ചെയ്യാതെ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം, അവരെന്തെങ്കിലുമൊക്കെ തിരക്കിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, എന്തെങ്കിലും കാര്യം അവരുടെ ഉള്ളിലുണ്ടാവും, നിങ്ങളുമായിട്ടല്ല, അവരുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അതിൻ്റെ പിറകെ തിരക്കിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുള്ള മെസ്സേജൊക്കെ അവർക്ക് അയക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ ആ ഒരു സമയത്ത് വിഷമം കൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുള്ള മെസ്സേജൊക്കെ അവർക്ക് അയക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ ദേഷ്യപ്പെട്ട സ്റ്റിക്കറുകൾ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട മെസ്സേജുകളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ അവർക്ക് അയക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെയും വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒന്ന് വിളിച്ചു കോൾ എടുത്തില്ല, രണ്ടായി മൂന്നായി, എന്നിട്ടും കോൾ അവരെ എടുക്കുന്നില്ല, വീണ്ടും അവരെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അവരെന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ അവരവരുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വിളിച്ചോളും എന്ന് ചിന്തിക്കുക. അതല്ലാതെ ഫോൺ എടുക്കുന്നവരിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, മാക്സിമം ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചോളുക. അതായത് അവർ വിളിച്ചിട്ട് എടുത്തില്ല, പിന്നീട് നിങ്ങൾ ആ ഫോൺ കാണുമ്പം, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് നിങ്ങൾ അവർക്ക് അയച്ചത് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിൽ എന്താണെങ്കിലും വിഷമം കൂടത്തേ ഉള്ളൂ. അവരോട്ട് ഫോൺ എടുത്തിട്ടുമില്ല, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിഷമം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചോളുക. എന്നിട്ട് നിങ്ങളുടെ പേരൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീച്ചിൽ പോകാം, നിങ്ങളുടെ പേരൻസായിട്ടിരിക്കാം, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകും. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ വിഷമം കുറയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട്
ആരെങ്കിലും നിങ്ങളിങ്ങനെ അതായത് നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ അവോയ്ഡ് ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുക. എന്നിട്ട് നടക്കുന്നില്ല എങ്കിൽ ഫോണൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക. മാക്സിമം ആ ഒരു സമയം നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ആ ഒരു ടൈം ചിലവഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.